ഇന്ന് കാറുകൾ മുതൽ ബസ്സുകളും ട്രക്കുകളും വരെ നിർമ്മിക്കുന്ന വാഹന ലോകത്തെ ഭീമനായ ഒരു കമ്പനിയാണ് വോക്സ് വാഗൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ കമ്പനിക്ക് ജന്മം നൽകിയത് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായ അഡോൾഫ് ഹിറ്റ്ലറാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനെ അഫോർഡബിളായ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഫാമിലി കാർ നിർമ്മിക്കണമെന്ന ആശയവുമായി അദ്ദേഹം ചെന്നെത്തിയത് അന്നത്തെ ജർമ്മനിക്ക് വേണ്ടി മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന GBH എന്ന കമ്പനിയാണ്. അന്നത്തെ GBH കമ്പനിയുടെ ഉടമയായിരുന്നു ഫെർഡിനാൻഡ് പോർഷെ. പോർഷയോട് ഒരു വണ്ടിൻ്റെ രൂപത്തിലുള്ള ഒരു കുഞ്ഞു ഫാമിലി കാർ നിർമ്മിക്കാൻ ഹിറ്റ്ലർ ആവശ്യപ്പെട്ടു. പോർഷെ അതിന് സമ്മതം മൂളി. അങ്ങനെ പണി തുടങ്ങി. ആ കാർ 1938 പ്രൊഡക്ഷനിലെത്തി. ഈ കാറിന് ഒരു പേര് നൽകണം, കമ്പനിക്ക് ഒരു പേര് നൽകണം. അങ്ങനെ പോർഷെ വണ്ടിൻ്റെ ആകൃതിയിലുള്ള കാറായതുകൊണ്ട് ആ കാറിന് ബീറ്റിൽ എന്ന് പേര് നൽകി. കമ്പനിക്ക് പീപ്പിൾസ് കാർ എന്ന പേര് നൽകി. പീപ്പിൾസ് കാർ എന്നാൽ ജർമ്മൻ ലാംഗ്വേജിൽ വോക്സ് വാഗൻ. അങ്ങനെ അന്ന് അവിടെ ജന്മം കൊണ്ടത് രണ്ട് ഇതിഹാസങ്ങളാണ്. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് 1945 ബീറ്റിൽ എന്ന കാർ ലോകമെമ്പാടുമായി മാസ് പ്രൊഡക്ഷനിൽ വരുന്നത്. പിന്നീട് വോക്സ് വാഗൻ ഗ്രൂപ്പിൽ ഓഡി, ലാംബോർഗിനി, പോർഷെ, ബുഗാട്ടി തുടങ്ങിയ ഒട്ടനവധി കാർ ബ്രാൻഡുകളും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ബ്രാൻഡുകളായ സ്കാനിയ, മാൻ തുടങ്ങിയ കമ്പനികളും വാങ്ങി ഇന്ന് വാഹന ലോകത്തെ ഭീമനായ കമ്പനിയായി മാറിയ വോക്സ് വാഗൻ. എന്നാൽ അവർ ആദ്യം നിർമ്മിച്ച കാറിന് കാര്യമായി യാതൊരു രൂപമാറ്റവും വരുത്താതെ തന്നെ 1938 ഇറങ്ങി 2019 വരെയും നീണ്ട 81 വർഷവും അതേ രൂപത്തിൽ തന്നെ വിറ്റഴിച്ച ഒരേ ഒരു കാറേ ഈ ലോകത്തുള്ളൂ. അത് വോക്സ് വാഗൻ്റെ ബീറ്റിലാണ്.